ഹലോ ഗൈസ്, ഈദ് മുബാറക്. അങ്ങനെ സെക്കൻഡ് ഈദ് അവേ ഫ്രം ഹോം. രാത്രി ഉറങ്ങാണ്ട് 4 മണിക്ക് കുളിച്ചിട്ട് റെഡി ആകുമ്പോഴാണ് കസിൻ ചോദിക്കുന്നത് ജബീൽ പാലസ് പള്ളിക്ക് പോകുന്ന പെരുന്നാന്ന്. ലാസ്റ്റത്തെ പെരുന്നാൾക്ക് പോകാന്ന് വിചാരിച്ചിട്ട് പോകാൻ കഴിയാത്ത കൊണ്ടും വീട് അടുത്തുള്ള പള്ളിക്ക് പോയെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള ഷർട്ട് എന്തായാലും 4 ആൾ ഇട്ടിട്ടുണ്ടാവും ഉറപ്പുള്ള കൊണ്ടും ജബീൽ പാലസ് പള്ളിക്ക് തന്നെ പോകാന്ന് വിചാരിച്ചു. ദുബായ് ഫ്രെയിമിന്റെ ഓപ്പോസിറ്റോ അല്ല അതിന്റെ ചുറ്റുഭാഗത്തായിട്ടാണ് ഈ പള്ളി വരുന്നത്. നമ്മ ഒരു 5-5:15 പാടെത്തി. പിന്നെ ജബീൽ പള്ളിന്റെ പ്രത്യേകത എന്തെന്ന് അറിയാത്തവരോട്, ഇവിടെയാണല്ലോ ദുബായ് ക്രൗൺ പ്രിൻസും പിന്നെ രാജകുടുംബത്തിലത്തെ കുറെ ആൾക്കാരും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കല്. അങ്ങനെ നമ്മ പോയിട്ട് ഫസ്റ്റ് സുബിയെ നിസ്കരിച്ചു. ഓരോ ഷെയ്ഖുമാരും ആ ഡോറിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായി ദുബായ് പ്രിൻസ് വരുന്ന കാണുന്നുണ്ടാന്ന്. അങ്ങനെ നിസ്കാരത്തിന് സമയമായപ്പോ കുറെ ആൾക്കാർ ഒന്നിച്ച് വന്നിട്ട് കയറി. എലി പോറുണ്ടാന്ന് കാണാനും കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങി. നിസ്കാരം ഖുതുബെല്ലാം കഴിഞ്ഞിട്ട് നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫത്ത് ചെയ്യുമ്പോഴാണ് എല്ലാരും ഫോണും പോക്കി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടത്. നോക്കുമ്പോ ആരി ചെലിയ പോലെ തന്നെ മാഷാ അല്ലാഹ് ഷെയ്ഖ് ഹംദാൻ. അങ്ങനെ വന്ന കൊണായി ഓരെ കാണാൻ കഴിഞ്ഞു. ആടുന്ന ഒരു സെൽഫി എടുത്തിട്ട് നമ്മ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിന്റെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ ഓർ ഇങ്ങനെ നോക്കുന്നുണ്ടെന്നല്ല, ഇത്രയെല്ലാം പ്രീമിയം കാർസ് ഒന്നിച്ച് കണ്ടെങ്കിൽ ഏതൊരാണെന്ന് നോക്കിപ്പോ ഇതെല്ലാം ഷെയ്ഖുമാർ വന്ന വണ്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിലുള്ള എല്ലാ പ്രീമിയം കാർസിന്റെ മോഡലും ഓരോരുത്തുണ്ടാവും. അതെല്ലാം കുറച്ച് നോക്കിയിട്ട് ആടുന്ന് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് നമ്മ അടുത്ത് റിട്ടേൺ വന്നു. നോക്കുമ്പോൾ ഓറും പള്ളി നീന്റെ റൂമിലേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നു. എന്നിട്ട് ആടുന്ന് നമ്മളൊരു കസിന് ദുബായിക്ക് വന്നിട്ടുണ്ട്. ഓരോ റൂമിലേക്ക് പോയി. നാട്ടിലത്തെ നല്ല പെരുന്നാപ്പല്ല തോന്നുന്നു. ഓളെ കുഞ്ഞിന് മുട്ടായി കൊടുത്തിട്ട് ജാസ്തി കൺവിൻസ് ആക്കാൻ നോക്കിയെങ്കിലും സക്സസ്ഫുള്ളി ഫെയിൽഡ് ആയി. അങ്ങനെ ആടെ തന്നെ ഫുഡ് ആക്കാൻ പറഞ്ഞപ്പോ ഫുഡും ആക്കി കുറെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ആടുന്ന് ഇറങ്ങി. അപ്പൊ ബാക്കി പാട്ടുമില്ലടാ ഇൻഷാ അല്ലാഹ്.